എത്രയും സ്നേഹം നിറഞ്ഞവരെ, 50 നോമ്പിൻ്റെ പുണ്യ ദിനങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ പുണ്യ സമ്പാദനത്തിൻ്റെ കാലഘട്ടമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ധാരാളം വ്രതാനുഷ്ഠാനങ്ങൾ, പരിത്യാഗങ്ങൾ, കാരുണ്യപ്രവൃത്തികൾ, ഉപവാസങ്ങൾ, നോമ്പും പ്രാർത്ഥനയുമെല്ലാമായി പ്രാർത്ഥനയുടെ വലിയ ഒരു കാലഘട്ടമാണല്ലോ ഈ 50 നോമ്പ്. അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന വലിയ ആഴ്ചയിലെല്ലാം സഭയിൽ, പ്രത്യേകിച്ച് എല്ലാ ആരാധനാലയങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നടക്കുന്ന ഒരു പുണ്യവാരം. അതിനേക്കെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ നോമ്പിൻ്റെ വലിയ ഒരു കൃപ അഭിഷേകം നമ്മളെല്ലാവരിലും നിറയട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവരും സുഖായിരിക്കുന്നോ? വലിയ പ്രയാസമൊന്നും കൂടാത്ത ഒരു കാലാവസ്ഥ ദൈവം ഒന്ന് തന്ന്, ഒരുപക്ഷെ മഴയുടെ കെടുതികൾ അല്ലെങ്കിൽ മഴ പല സ്ഥലത്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് വരാനായിട്ട് ദൈവം നല്ലൊരു കാലാവസ്ഥ ഒരുക്കി തന്നതിനോർത്ത് ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്, നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. കുരിശിനെ വിളിച്ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ആ പ്രാർത്ഥനയിൽ അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാതൽ എന്ന് പറയുന്നതോ, പലയിടത്തും കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. എവിടം വരെ സ്നേഹിച്ചു? കുരിശ് മരണം വരെ സ്നേഹിച്ചു. യേശു നമ്മെ സ്നേഹിച്ചു എന്നുള്ളത്, പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഈശോയുടെ കുരിശുമരണം. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, വ്യക്തിപരമായിട്ട് നമ്മളിങ്ങനെ നിന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അത് 2000 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വേണ്ടി എൻ്റെ ഈശോ മരിച്ചു എന്നുള്ളത് നമ്മളോട് എത്രയും വലിയൊരു സ്നേഹമാണ്. എങ്കിൽ ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ച് ആ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ? ഈശോ നമ്മെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഈശോയുടെ കുരിശ് മരമെങ്കിൽ, കുരിശിലെ മരണമെങ്കിൽ, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം എന്താ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷെ നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ കാരണവന്മാർ, ഈ കൂട്ടത്തിലിരിക്കുന്നവരും നമ്മുടെ പൂർവികരായിട്ടുള്ളവരെല്ലാം ഈ പാടത്തൊക്കെ പണിയെടുക്കുന്നവര്, പറമ്പിലൊക്കെ പണിയെടുക്കുന്നവര്, എന്തെങ്കിലുമൊക്കെ ആയുധങ്ങൾ കയ്യിലേന്തിയൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അപ്പച്ചന്മാരുടെയൊക്കെ കൈകളിലൊക്കെ പ്രത്യേകതയുണ്ട്. അവരുടെ കൈകൾ ഭയങ്കര മൃദുലമായിട്ടുള്ള കൈകളായിരിക്കില്ല, മറിച്ച് അവരുടെ കയ്യിലൊക്കെ എന്തുണ്ടാകും? തയമ്പുണ്ടാവും. അതെന്തിൻ്റെ അടയാളമാണ്? നമുക്കറിയാം, ഈ കൈക്കൂട്ടൊക്കെ പിടിച്ചതിൻ്റെ ഒരു അടയാളമാണ് ആ കയ്യിലെ തയമ്പ്. ഈ അമ്മച്ചിമാരൊക്കെ ചിലപ്പോഴെങ്കിലും ഒക്കെ അവരുടെ കൈയൊക്കെ നോക്കുകയാണെങ്കിൽ ആ കയ്യിൽ ചില ഇങ്ങനെ മുറിവുകൾ ഈ വിരലിലൊക്കെ കാണും. അമ്മച്ചന്മാരുടെ കൈകൾ ഇപ്പം നോക്കിയാൽ പോലും കാണുമായിരിക്കും. ചിലപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഈ ഉണങ്ങി വരുന്നതിൻ്റെയോ ഏതെങ്കിലുമൊക്കെ ഈ മുറിവുള്ളതിന് ശേഷം അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് വരാണെങ്കിൽ ചിലപ്പോൾ കറയൊക്കെ വരയിലൊക്കെ ഇങ്ങനെ ഇരിക്കണമൊക്കെ ഉണ്ടാവും. ഈ അമ്മച്ചിമാരെ വലിയ സ്നേഹം നമുക്കൊക്കെ വേണ്ടി വെച്ച് വിളമ്പുന്ന, അടുക്കളയിൽ അവരൊരുക്കുന്ന അവരുടെ അധ്വാനത്തിൻ്റെ ഒക്കെ ഒരു അടയാളമാണ് ആ കയ്യിലെ ആ ഒരു പരിക്കും കാര്യങ്ങളൊക്കെ. ശരിയല്ലേ? അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്കങ്ങനെ പറയാനായിട്ടൊക്കെ പറ്റും. അത് നമ്മൾ സ്നേഹിക്കുന്നതിനൊക്കെ ഈ പറയുന്ന അടയാളങ്ങളിൽ പെടുന്നതാണ്. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കുന്നതിനൊക്കെ അടയാളങ്ങളാണ് ഈ കാണുന്നതെല്ലാം. എങ്കിൽ ഒന്നുകൂടെ ഒരു പടി കൂടെ കടന്നെന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നതിന് അടയാളമാണ് ഇതൊക്കെ എങ്കിൽ, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതിന് അടയാളം എന്താ നമ്മുടെ കയ്യിലുള്ളത്? എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ ഒരു പ്രതിസ്നേഹം വേണമല്ലോ. അങ്ങനെ എൻ്റെ ഈശോയെ
ഞാൻ സ്നേഹിച്ചതിന്റെ അടയാളം എന്താ? നിങ്ങൾ വിശുദ്ധരുടെ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലോ, രൂപങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലോ വളരെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അടങ്ങിയിരിക്കുന്നത് അവരെല്ലാവരും ഈശോയെ സ്നേഹിച്ചതിനൊക്കെ അടയാളങ്ങൾ അവരുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അവരെ കുറിച്ചൊക്കെ ചിത്രീകരിക്കുന്ന രൂപങ്ങളിലെ ഛായാചിത്രങ്ങളൊക്കെ ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഉണ്ണീശോയുണ്ട്. നമുക്കറിയാം അതെന്താ അതിന്റെ അർത്ഥം. ഈ സ്വർഗം ഉണ്ണീശോയെ വെച്ചു കൊടുത്തത് ആരുടെ കയ്യിലാ? പരിശുദ്ധ അമ്മയുടെ കയ്യിലാ. പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് ആ ഈശോയെ വെച്ചു കൊടുക്കാനായിട്ടും ആ പരിശുദ്ധ അത്രമേൽ ദൈവകൃപ നിറഞ്ഞവളെ, ദൈവത്തെ സ്നേഹിച്ചവളായിരുന്നു പുത്ര ഈശോ. ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയോടെ സ്നേഹിച്ച് വേറെ ആരും ഇല്ല. അതുകൊണ്ട് അവളുടെ കൈവെള്ളയിൽ ഏറ്റവും സുരക്ഷിതനാണ് ആര്? ഉണ്ണീശോ. അന്തോണീസ് പുണ്യാളുടെ രൂപമല്ലത് അല്ലേ? ആണോ? അല്ല, ഫ്രാൻസിസ് പുണ്യാളുടെ രൂപമാണ്. നമ്മള് ജൂബിലി ആഘോഷിക്കും. നോക്കിയ ആ പക്ഷിമൃഗാദികളോട് വരെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചതിന്റെ അടയാളം നമുക്ക് ആ രൂപത്തിൽ കാണാൻ പറ്റും. ഇനി വിശുദ്ധ അന്തോണീസിന്റെ രൂപം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകത എന്താ? അന്തോണീസ് പുണ്യാളുടെ കയ്യില് ആ ഉണ്ണീശോയുണ്ട്. ശരിക്കും ബൈബിൾ പിടിച്ചിട്ടുണ്ട്. ബൈബിളിന് മുകളിൽ ഉണ്ണീശോയും ഉണ്ട്. വിശുദ്ധ പത്രോസ്, പൗലോസ് ശ്ലീഹന്മാർ അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ പ്രത്യേകതയുണ്ട്. എന്ത്? പത്രോസ് ശ്ലീഹ അങ്ങനെ തല ഇങ്ങനെ കീഴായിട്ടൊരു കുരിശ് കാണും. അതിന്റെ അടയാള ആ ഈ തല കീഴായിട്ട് രക്തസാക്ഷിത്വം വരിച്ചതിന്റെ അടയാളാണ്. പൗലോസ് ശ്ലീഹയുടെ കയ്യിലൊരു വാള് കാണും. എന്തിന്റെയാ? അത് പടയാളി വന്നിട്ട് ശിരച്ഛേദനം നടത്തിയിട്ടാണ് പൗലോസ് ശ്ലീഹ മരണമടയുന്നത്. അപ്പൊ അങ്ങനെ ഈശോയെ ഇവരൊക്കെ സ്നേഹിച്ചതിന്റെ അടയാളങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെയെങ്കിൽ ഈശോ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഈശോയെ തിരിച്ച് സ്നേഹിക്കേണ്ടേ? മാതാപിതാക്കന്മാര് മക്കളെ സ്നേഹിക്കുന്നു. മാതാപിതാക്കന്മാരെ ആഗ്രഹിക്കുന്നില്ലേ മക്കള് തിരിച്ച് മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം എന്നുള്ളത്? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈശോയെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്താ? ഞാൻ തിരിച്ച് ഈശോയെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചതിന്റെ എന്താ തെളിവുള്ള, എന്താ അടയാളമുള്ള നമ്മുടെ കയ്യിൽ? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചോദ്യമാണ് ഒരു ചിന്തയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പങ്കുവെക്കാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിലുള്ളത്. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പാകപ്പിഴവുകളൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിട്ടുപോകാതെ ഇപ്പോഴും ആ വഴിയിലൂടെ ഈശോയെ കണ്ടെത്താനും സ്നേഹിക്കാനായിട്ടും ഒക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് എടുക്കാം. ഈശോ എന്നെ സ്നേഹിച്ചു, അവൻ കുരിശിൽ പടഞ്ഞ് എനിക്ക് വേണ്ടി മരിച്ചു. അതിൻ്റെ അടയാളമാണ് ഒരു വിശുദ്ധ കുരിശെങ്കിൽ ഞാൻ എൻ്റെ ഈശോയെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ് കാണിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാകണം. ഒരു പക്ഷെ സ്വർഗ കാമാടത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരാളിരിക്കും, ഇല്ലേ? ആരാ? പത്രോസ് ശ്ലീഹ. പത്രോസ് ശ്ലീഹ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇതായിരിക്കും: എന്തിനങ്ങോട്ട് വന്നത്? ഈശോയുടെ അടുത്തേക്ക് വന്നതാ. എന്ത്? അല്ലെ, ഞാൻ സ്വർഗത്തിലേക്ക് വരാനായിട്ട്. അപ്പൊ ചിലപ്പോ എൻട്രൻസിൽ അവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇതാണ്: ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറയുവോ സ്നേഹിച്ചിട്ടുണ്ട്? ഞാൻ പറയാം, ഞാൻ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ പറയാൻ പല കാര്യങ്ങളുണ്ടാവില്ലേ? അപ്പൊ ചോദിക്കുക, അങ്ങനെ സ്നേഹിച്ചതുണ്ടെങ്കിൽ തെളിവെന്താ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ നോമ്പിൽ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ഈശോയെ ഞാൻ എന്തോരം ആഴമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ സ്നേഹിച്ചതിൻ്റെ ഒരു തെളിവെങ്കിലും എൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററുടെ തിരുനാൾ ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഇൻഡോറിൽ വെച്ചിട്ട് രക്തസാക്ഷിത്വം വരിച്ച കൊച്ചു കന്യാസ്ത്രീ കുത്തുകളേറ്റിട്ടാണ് മരിച്ചത്. ഞാൻ ആ സ്ഥലമൊക്കെ ചെന്ന് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ പുണ്യവതി സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. എങ്കിലും നമുക്കും നമ്മുടെ ജീവിതത്തിലും വേണ്ടേ സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയെ സ്നേഹിച്ചു എന്നതിൻ്റെ ഒരു തെളിവ്?
നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒരു പക്ഷെ അങ്ങനത്തെ തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കാം. പുതിയ തെളിവുകൾ സമ്പാദിക്കാൻ പറ്റിയെങ്കിൽ പരിശ്രമിക്കാം. അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു ജീവിതങ്ങളായി നമ്മുടെ ഓരോരുത്തരും ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.